നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഷാജു ആയിരുന്നു നമ്മുടെ കൂടെ. ഷാജു ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ കല്യാണം, അതുപോലെ തന്നെ പല ഓരോ എൻട്രി ടു ദ ഫിലിം, എൻട്രി ടു ദ സീരിയൽ, അങ്ങനെ പലതും പറഞ്ഞു. അപ്പം അദ്ദേഹം പ്രോമിസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇന്ന് ഇവിടെ കൊണ്ടുവരാമെന്ന്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ചാന്ദിനിയാണെന്ന് ഇന്നലെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം അറിയാം. എങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ചാന്ദിനി ഒരു നല്ല നടിയാണ്, ആക്ട്രസ്സാണ്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ചാന്ദിനിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചാന്ദിനി, നമസ്കാരം. ചാന്ദിനി, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ചർച്ച ചെയ്തില്ല. കാരണം ചാന്ദിനിയുടെ കാര്യം ഒന്ന് പറഞ്ഞു നിർത്തി അവസാനം. അപ്പോൾ എന്തായാലും ചാന്ദിനി വരുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ അങ്ങ് ചോദിക്കാമെന്ന് വെച്ചു. അതല്ലേ എപ്പോഴും ഭംഗിയായിട്ടുള്ള കാര്യം. കാണാതെ പറയുന്നത് ശരിയല്ലല്ലോ. സുഖമായിരിക്കുന്നില്ല അല്ലേ? എറണാകുളമാണോ സ്ഥലം? എൻ്റെ വീട് എറണാകുളമാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പാലക്കാട്. അപ്പോൾ എറണാകുളം വിശേഷം, പാലക്കാട് വിശേഷം. പാലക്കാട് ഇന്നലെ അറിഞ്ഞു. അപ്പോൾ എറണാകുളം വിശേഷം കൊണ്ട് നമുക്കറിയാം. മാത്രമല്ല കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. ചാന്ദിനി ഇപ്പോൾ ഡാൻസ് സ്കൂൾ നടത്തുകയാണല്ലേ? ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു. അദ്ദേഹം ഇന്നലെ വന്നിട്ട് കുറേ പറഞ്ഞു, ചാന്ദിനി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. പറഞ്ഞു, ജീവന്റെ ജീവനാണ്. അതായത് ഞാൻ ഇതുപോലെ പിടിവിട്ടാലേ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് എൻ്റെ ജീവന്റെ ജീവനാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ പോലും, കാരണം ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ വന്ന് കണ്ടിട്ടില്ലേ ഈ ഫിലിമിലൊക്കെ, അവർ വന്നിരുന്ന് കഴിഞ്ഞാൽ ആദ്യം അവരുടെ സെക്രട്ടറി, പിന്നെ അസിസ്റ്റൻസ്, ഇവരെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഫുഡ് അദ്ദേഹത്തിന് കൊടുക്കും. കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അവരറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് എന്താണ് കൺസിഡറേഷനാണ് തരുന്നത്. അതായത് സേലത്ത് ഒരു കടയിൽ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് സേലം വരെ വണ്ടി ഓടിച്ചു പോയി ആ കടയിൽ അമ്മച്ചിയുടെ ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചാന്ദിനിയെ കൊണ്ട് തിരിച്ചു പറയുമല്ലോ നന്നായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നെക്സ്റ്റ് യാത്ര അങ്ങോട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരുവിധം ചാന്ദിനിക്ക് എങ്ങനെയാ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞ ഷാവുട്ടന്റെ കൂടെ കൂടിയ ശേഷമാണ് ഇത്രയും വെറൈറ്റി. ഷായട്ടനാ? എനിക്ക് എളുപ്പമുണ്ട് വിളിക്കാൻ. ഷായട്ടാ പറയണ സത്യമാണ്. ഷായട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം അതിനുശേഷമാണ് ഇങ്ങനെ യാത്രകളും എന്താ പറയാ ഫുഡിന് ഒരുപാട് വെറൈറ്റി അന്വേഷിച്ച് പോകുന്ന ഒരാളാണ്. യാത്രകൾ വീട്ടിൽ വെക്കുന്ന ഷായ്ക്ക് ഇഷ്ടമല്ലേ? അല്ല, വീട്ടില്. അതുകൊണ്ട് എനിക്കും പണി കൂടുതലാണ് ഇപ്പൊ വീട്ടില്. കാരണം എന്തെങ്കിലും കണ്ടാൽ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കൂടെ? ട്രൈ ചെയ്തു. അപ്പൊ ഇത് തന്നെ ഇപ്പൊ ട്രൈ ചെയ്യുന്നു. സാധാരണ യാത്രകൾക്കിടയിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്രകൾ പോകും. അടുത്ത സെഗ്മെന്റ് സവാരി ഗിരിഗിരിയാണ്. പക്ഷെ പറഞ്ഞു കൊടുത്തോ ഏത് സിനിമയാന്ന്? സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഇതിന്നാണ് ചോദ്യങ്ങൾ. പക്ഷെ സവാരിഗിരിയിൽ ചോദ്യങ്ങൾ കടുപ്പമാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചാന്ദിനി വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. കാരണം ഈ സിനിമ ഒരുപാട് തവണ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ ഭയങ്കര കടുപ്പമായിപ്പോയി. കാരണം അത് എവിടുന്ന് വരണമെന്ന് അറിയുന്നില്ല. ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചാൽ മതി. സ്വന്തം ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. റോയ്ച്ചൻ എന്ന കഥാപാത്രത്തിന് ആദ്യം കിട്ടിയ 500 രൂപ ശമ്പളം കൊണ്ട് എന്ത് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം? എ, ഒരു പമ്പ് സെറ്റ്. ബി, ഒരു സ്പാനർ സെറ്റ്. സി, അമ്മയ്ക്കൊരു സാരി സെറ്റ്. സ്പാനർ സെറ്റ് ആണോ? അത് എന്ന് പറഞ്ഞു മാറ്റി പറയുന്ന ഷായേട്ടൻ മാറില്ല. ഷായേട്ടൻ പണ്ട് എന്താണ് വയല് വഴി പോയ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? വയല് വഴി പോയത്? വയല് വഴിയൊക്കെ പോയിട്ടുണ്ട് പുള്ളി. പാലക്കാടൻ വയല് വഴി ഒരു യാത്രയൊക്കെ പോയി, പാട്ടൊക്കെ പാടി. അപ്പം ബി, ഒരു സ്പാനർ സെറ്റ് ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ. പിന്നെ ഈ ഡാൻസിലോട്ട് തിരിയാൻ കാര്യം എന്താണ്? ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു രാജസേനൻ ചേട്ടനാണെന്നല്ലേ? ഏതാണ് പേര്? അതിനു മുമ്പ് ഒരു സീരിയലിൽ ഒരു 2 സീൻ ചെയ്തിട്ടുണ്ട്. മൂർത്തി സാറിൻ്റെയൊക്കെ
അതിൽ കണ്ടിട്ടാണ് എന്നെ ഈ ഫിലിമിലേക്ക് വിളിച്ചത്. അങ്ങനെയാണ് സ്ക്രീൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷമാണ് മൂവി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ചിത്രങ്ങൾ ചെയ്തു? ഞാൻ 35 പടം. 35 പടം ചെയ്തു. അത് ശരി. 35 പടത്തിൽ ഏതാണ് ഏറ്റവും വലിയ ഒരു ലെങ്തി ക്യാരക്ടറുള്ള പടം? ഹീറോയിനായിട്ട് വന്നിട്ടില്ലേ കുറേ പടങ്ങൾ? ഹീറോയിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലെങ്തി ക്യാരക്ടർ പറഞ്ഞാൽ പപ്പൻ നരിപ്പറ്റയുടെ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, പിന്നെ IVC സാറിൻ്റെ ആഭരണ ചാർത്ത്, ഐരമേനി, പിന്നെ അടുക്കള രഹസ്യം, മങ്ങാടിപ്പാട്ട്, കുറേ പടങ്ങളുണ്ടല്ലേ? ഈ പടത്തിലെ ഏതെങ്കിലും പാട്ടുകൾ മനസ്സിൽ ഓർമ്മ നിൽപ്പുണ്ടോ? കാരണം എന്തായാലും അഭിനയിച്ച ഒരു ചിത്രമാകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുമല്ലോ. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേ കുട്ടേട്ടത്തിൻ്റെ പാടി മറ്റേ മാനത്തെ ചന്ദ്രനത്തൊരു ചന്ദ്രലേഖയല്ലേ, അതെനിക്ക് പകുതിയിൽ നിന്ന് എനിക്ക് മിസ്സായ ഒരു സോങ് കൂടിയാണ്. ഞാൻ അതിൽ സോങ്ങിൽ ഒരു പോർഷനിലേ വന്നിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ആ സോങ്ങിൻ്റെ ഷൂട്ടിങ് മദ്രാസിൽ നടക്കുന്ന സമയത്താണ് സുകുമാരൻ ചേട്ടൻ മരിക്കണത് തോന്നുന്നു. ആ സമയത്ത് അതപ്പം പെട്ടെന്ന് ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തിട്ട് വരിക ചെയ്ത്. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാനും പറ്റിയില്ല, വേറെ പടത്തിൻ്റെ ക്ലാഷായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. കാരണം ശരിക്കും ഹിറ്റാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അതല്ലാതെ തന്നെ ഞാൻ ചാന്ദിനിക്ക് വേണ്ടിയിട്ട് അതായത് ഡ്യുവറ്റ് സോങ് ആയിട്ട് പാടിയിട്ടുണ്ട്. ചിലപ്പോൾ ചിത്രയായിരിക്കും പാടിയത്. പാടിയിട്ടുണ്ടാവും. ഒരുപാട് പാട്ടുകൾ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇന്ന സോങ് എന്ന് പെട്ടെന്ന് വരില്ല. എന്തായാലും ആ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു പോയി. കാരണം നിങ്ങൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അപ്പൊ ഇദ്ദേഹം എവിടെയായിരുന്നു? ഈ ഷായേട്ടൻ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സിനിമയിൽ വന്നിരുന്നു. ഫസ്റ്റ് ഞാൻ സിനിമയിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ കാണുന്ന ഷായേട്ടൻ വന്നതിന് ശേഷമാണോ ചാന്ദിനി? അതെ അതെ, അത് ശരി. ഷായേട്ടൻ മ്യൂസിക് സെക്ഷൻ 500 എവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട്? ഏത് സിനിമയുടെ സെറ്റ് വെച്ചിട്ടാണ്? പപ്പൻ നരിപ്പറ്റ സംവിധാനം ചെയ്ത കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം. അതിന്റെ ലൊക്കേഷനിൽ ഒരു ദിവസം ഷാട്ടൻ വന്നു. അപ്പൊ അന്ന് ശ്രദ്ധിക്കാൻ കാരണം അറിയോ, ഇങ്ങനെ എല്ലാവരും ഇരിക്കണത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിങ്ങനെ കയറി വന്നപ്പോൾ ഇതാരാണെന്ന് ഇങ്ങനെ അന്ന് നോക്കിയത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ആരെയും ഒന്ന് കണ്ടിട്ട് പോയി. ഞാൻ ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് കണ്ടു. പിന്നെ ഞങ്ങൾ കോരപ്പൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന സിനിമയിലാണ്. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല? ഇല്ല, പരിചയമില്ല. അന്ന് ജസ്റ്റ് എല്ലാരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അങ്ങനെ പരിചയപ്പെട്ടു പോയി എന്നല്ലാണ്ട്. പിന്നെ രണ്ടാമത് കോരപ്പൻ ദ ഗ്രേറ്റ് എന്നുള്ള സിനിമയിലായിരുന്നു. ആ സിനിമയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ മായാജാൽ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് അടുപ്പിച്ച് മായാജാൽ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആഭരണ ചാർത്ത് എന്നുള്ള സിനിമ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സീരിയൽ സ്നേഹസമ്മാനം എന്ന് പറയുന്നത് പിന്നെ ചേർന്ന് വരുന്നത്. അത് എന്റെ വർക്കുകൾ അങ്ങനെ വന്നു. അത് ചിലപ്പോ പറയില്ല, നമുക്ക് സമയമായി എന്ന് പറയില്ല. ചില സമയത്ത് നമ്മൾ മരിക്കും. അല്ല, ചില സംഭവങ്ങൾ സിനിമയിൽ ഉണ്ടാകാറുണ്ട്. അതായത് ഇന്നാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നാരെ പെട്ടെന്ന് വരും, ഡേറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വല്ലതും ആണോ? അല്ല, അന്ന് ഗോസിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിനപ്പുറത്ത് ആ ഒരു സമയത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ സിനിമകളെല്ലാം ഒരുമിച്ചായിരുന്നു. ലാസ്റ്റ് നളയരുതം 4-ാം ദിവസം എന്നുള്ള സിനിമയായപ്പോൾ പൂർണ്ണമായി തീരുമാനമായി. അതെങ്ങനെ? അതിന് മുമ്പ് പെട്ടെന്നാണ് തീരുമാനം? അതല്ല, വീട്ടില്. അതാണ് ഞാൻ ചോദിച്ചത്, എവിടെ വെച്ച് ഏത് സിനിമയിലാണ് തുടങ്ങിയെന്ന് ചോദിച്ചത്. ഇപ്പോഴും ഷായേട്ടൻ പിടിയായിരുന്നില്ലേ? കോരപ്പൻ ദ ഗ്രേറ്റിലാണ് തുടങ്ങിയിട്ട് അതിങ്ങനെ ഫോണിൽ അന്ന് ടെലിഫോൺ അതാണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ചതിന്റെ ബില്ല് ഒരേ നമ്പറിൽ തന്നെ ഒരുപാട് ബില്ലുകൾ വന്ന ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങിനും ബില്ലുള്ള സമയം. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, ഇനി മുതൽ വിളിക്കരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വാശിയും ഒക്കെ കൂടും. അങ്ങനെ കുറച്ച് കൂടുതലായി. കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നും. അങ്ങനെ ഒരു ദിവസം കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇറങ്ങി വരുന്നോ വെറുതെ ചോദിച്ചതാ. ഞാൻ വരാം, കുഴപ്പമില്ല, നിൽക്കട്ടെ, ആ കാര്യം ചോദിക്കാൻ. ബി സ്പാനർ സെറ്റ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ. പോളിന്റെ ബാങ്ക് അടച്ചോ? ഏത് കാശിനോ? പോള് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് 15,000 രൂപ നീ എന്റെ പീഡിയെന്ന് മേടിച്ചോണ്ട് പോയോ? കൊണ്ടുപോയി. അത് ബാങ്കിൽ അടച്ചോന്ന്? അത് പിന്നെ അന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അക്കൗണ്ടിന്റെ ടൈം കഴിഞ്ഞു പോയത് കൊണ്ട് അടയ്ക്കാൻ മറന്നുപോയി. കള്ളത്തരം കാണിച്ചിട്ട് മറന്നുപോയെന്നോ? അല്ലയാ, എനിക്ക് എന്റെ കാശ് കിട്ടണം. അതിനിപ്പോ എത്ര ചൂടാവാൻ എന്താ ഉള്ളു? പലിശയടക്കം ഞാനൊക്കെ തന്നാ പോരെ? എവിടെ നിർത്തി തരാനാ? അപ്പന്റെയും അമ്മച്ചിയുടെ മുമ്പിൽ കൈ നീട്ടണ്ടേ? അല്ലെങ്കിൽ കക്കാൻ പോണം. ഒന്നും കഴിച്ചില്ലല്ലോ. ഈ സീനിൽ പറയുന്ന 15,000 രൂപ ജയറാം എന്ത് ആവശ്യത്തിനാണ് തിരിമറി നടത്തിയത്? എ, നാടക ട്രൂപ്പിന് വേണ്ടി. ബി, ഫാക്ടറി കാര്യത്തിന് വേണ്ടി. സി, കപ്പേള പണിയാൻ.
തിലകൻ പള്ളിക്ക് സംഭാവന നൽകുന്നതിന്? നാടക ട്രൂപ്പിന് വേണ്ടി. അല്ല, കപ്പേള പണിയാൻ. ആണോ? ആ, അതാണ്. ഷായേട്ട ഒരു തീരുമാനത്തിലെത്ത്. ആണാണ് കപ്പേള പണിയാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ആശയ തർക്കങ്ങൾ ഉണ്ടാകാറ്? ഇല്ലില്ല. ഈ ഉത്തരങ്ങൾ ഓൾറെഡി എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാവുന്ന സിനിമ, പിള്ളേരും മിക്കപ്പോഴും ഒരേ സിനിമ തന്നെ പലവണ്ണം കാണും. അതിന്റെ കൂട്ടത്തിൽ കൂടുതൽ അറിയാൻ സാധ്യത അവിടെയാണ്. അവൻ സി കപ്പേള പണിയാൻ അല്ലേ? ഏത് പൂട്ട് വേണം? എറണാകുളം പൂട്ട് വേണോ അതോ പാലക്കാടൻ പൂട്ട് വേണോ? മണിച്ചിത്രത്തായിട്ട്. അതിവിടെ ഇല്ല, സോറി. തൽക്കാലം പാലക്കാടൻ പൂട്ടാകും. നിങ്ങൾ പാലക്കാടല്ലേ സെറ്റിൽ? പാലക്കാടൻ പൂട്ടിട്ട് ഞാൻ പൂട്ടി അവിടെ കിടക്കട്ടെ. വീട്ടിൽ ചോദിച്ചു. അപ്പോൾ ഉടനെ മിമിക്രി ബേസ് ചെയ്ത ഒരാൾക്ക് എന്തായാലും ആ ഒരു സമയത്ത് ഒരു കല്യാണം കഴിച്ചു കൊടുക്കില്ല. അപ്പോൾ അത് ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനം പറഞ്ഞു. അവസാനം ഞങ്ങൾ അപ്പോൾ അന്ന് നീ വരുന്നില്ലെങ്കിൽ പിന്നെ എന്നെ മറന്നേക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വന്നു, രാവിലെ സംസാരിച്ചു. എൻ്റെ ബ്രദറും അച്ഛൻ്റെ അനിയനും കൂടി കാണാൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ എന്തിനും നല്ല ഓടി. അപ്പം നമ്മൾ നിർത്തിയ സ്ഥലം ടെലിഫോണിന് ബില്ല് കൂടി, ടെലിഫോണിൽ ഒരേ നമ്പർ വരുന്നു. എന്നിട്ട് പിന്നെ വിളിക്കണ്ട എന്ന് തീരുമാനം. അവർ വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നു. ഇത് ഏത് വർഷമാണ്? ഇത് 99, 98, 98 ഒക്കെ. 99. അങ്ങനെ കാണാതാവുന്ന സമയത്ത് കാണാനുള്ള, ഫോണിൽ വിളിക്കാനുള്ള സംവിധാനങ്ങൾ. സമയം എന്ന് പറഞ്ഞ സീരിയലുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ വേറെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിളിക്കും. ഗണേശേട്ടന് അവരവരൊക്കെ, ശ്രീനാഥ് ഏട്ടൻ, അങ്ങനെ അവരോട് സംസാരിക്കും. പിന്നെ നമ്മൾ ഇവർ അല്ലൊക്കെ വാഴുന്ന ഒരു സമയത്ത് സംയുക്ത വർമ്മ അവരെല്ലാവരും ഉള്ള, അപ്പോൾ അവിടെ അങ്ങനെ മറ്റുള്ള പലരെയും വിളിച്ചാലാണ് ഫോണിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് പോയി. പിന്നെ കുറച്ച് അങ്ങനെ കൂടുതലായപ്പോൾ വീട്ടിൽ ചോദിച്ചു. അപ്പോൾ ഉടനെ മിമിക്രി ബേസ് ചെയ്ത ഒരാൾക്ക് എന്തായാലും ആ ഒരു സമയത്ത് ഒരു കല്യാണം കഴിച്ചു കൊടുക്കില്ല. അപ്പോൾ അത് ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനം പറഞ്ഞു. അവസാനം ഞങ്ങൾ ചോദിച്ചു പോരുന്നോ? അപ്പോൾ പറഞ്ഞു പോരുന്നോന്നല്ല കേട്ടോ ചോദിച്ചത്, നോണ പറയണ്ട. ചോദിച്ചത് ഷാവുന്റെ കസിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതെന്തൊരു വാശി പോലെ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇത്രയും ഇത് വന്നപ്പം അന്നത്തെ ഒരു ദിവസം ഡേ മുഹൂർത്തമുണ്ട്, അന്ന് നമ്മൾ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമാണ് പറഞ്ഞത് ശരിക്കും. അപ്പോൾ അന്ന് നീ വരുന്നില്ലെങ്കിൽ പിന്നെ എന്നെ മറന്നേക്കും. അങ്ങനെയൊക്കെ ഡയലോഗ് നമുക്കല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ല ശരിക്കും. ഉടനെ ഒക്ടോബർ 27 നല്ല മുഹൂർത്തം ഉണ്ട്. അന്ന് അവർ കല്യാണം ഉണ്ട്. മാരേജ് ഉള്ള ദിവസമായിരുന്നു. എന്തായാലും വേറെ മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങള് ചുരിദാറിട്ടുകൊണ്ട് താലി കെട്ടിയത് അന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ മുഹൂർത്തത്തിന് കണ്ടില്ലെങ്കിൽ എന്നെ നോക്കണ്ട. അപ്പൊ അങ്ങനെ അങ്ങനൊരു അങ്ങനെ സംസാരിച്ചു ആ സമയത്ത് ഷാട്ട്. പിന്നെ ശരിക്കും പറഞ്ഞ എങ്ങനെ അങ്ങനെ ഒരു ധൈര്യം വന്നു എന്നറിയില്ല. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ശരിക്കും അതൊക്കെ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു. അപ്പൊ എവിടെ വെച്ചായിരുന്നു രജിസ്റ്റർ മാരേജ്? പാലക്കാട് ആലത്തൂർ വെച്ച് രജിസ്റ്റർ ചെയ്തു. പാലക്കാട് മാരേജ് ഈവനിങ് താലി കെട്ടിയത് അവിടുത്തെ ഒരു ടെമ്പിളിലായിരുന്നു. അപ്പോൾ വീട്ടുകാർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല? വീട്ടുകാർ തമ്മിൽ ശരിക്കും പറഞ്ഞിട്ടല്ലോ ആ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് എല്ലാം നോർമലായി. ഞങ്ങൾ എന്തിനായിട്ട് ഓടിച്ചത് അതാണ്, എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് ഉണ്ടായെന്നുള്ളത്. പിറ്റേ ദിവസം എല്ലാം നോർമൽ. എൻ്റെ അച്ഛനും അമ്മയും വന്നു, രാവിലെ സംസാരിച്ചു. എൻ്റെ ബ്രദറും അച്ഛൻ്റെ അനിയനും കൂടി കാണാൻ വന്നു. അവർ സംസാരിച്ചു. എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നു. ഇവരെല്ലാം കൂടി പാർട്ടിയായി. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ എന്തിനും നല്ല ഓടി ഭയങ്കര സസ്പെൻസ് ഉണ്ടാക്കി. അത് കലക്കി കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരിടത്തും സംഭവിച്ചിട്ടില്ല. സാധാരണ ആകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചാകുന്നത് ഒരു എല്ലാം അടി ബഹളമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി അവിടെ പോയിട്ട് ചിറ്റപ്പാന്നോ അപ്പൂപ്പാന്നോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും മനസ്സലി. അങ്ങനെയാണ്. ഇത് നെക്സ്റ്റ് ഡേ രണ്ടുപേരും കൂടെ ചേഴ്സ് അടിച്ചെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ, സോറി. അപ്പോൾ സി കപ്പേള പണിയാൻ തിലകൻ പള്ളിക്ക് സംഭാവന നൽകുന്നതിന് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. 2 പെൺകുട്ടികളാണ്. മൂത്താള് നന്ദന, അവള് ഇപ്പോ MSc ബയോടെക്. MSc ബയോടെക്. നിങ്ങളെ കണ്ടാ പറയത്തില്ല. ഈ സ്വർണത്തോട് എങ്ങനെയാണ്? താല്പര്യമുണ്ടോ? ഇഷ്ടമാണ്.
ഇഷ്ടമാണോ എന്നാ. അപ്പൊ നിങ്ങളുടെ ശരീരം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്വർണം കിട്ടും. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. സിനിമയിൽ തിലകൻ തൻ്റെ ഇളയ മകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ത്രീധന തുക എത്രയാണ്? എ 50 പവനും 1 ലക്ഷവും, ബി 70 പവനും 2 ലക്ഷവും, സി 50 പവനും 5 ലക്ഷവും. ഷായട്ടൻ പറഞ്ഞ പിന്നെ എന്തിനു നോക്കുന്നേ? പറഞ്ഞോ? അതെ. കറക്റ്റ് മുഹൂർത്തത്തിൽ പറഞ്ഞില്ലേ ഇട്ടേച്ച് പോകും കേട്ടോ. ബി 70 പവനും 2 ലക്ഷവും ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ കിടക്കണം. ഈ സ്വർണത്തോട് എങ്ങനെയാണ്? താല്പര്യമുണ്ടോ? ഇഷ്ടമാണ്? ഇഷ്ടമാണോ എന്നാ. അല്ല, രണ്ടുപേരും അദ്ദേഹത്തിന്റെ ബ്രേസ്ലെറ്റ് ഞാൻ ആദ്യം വന്നപ്പോഴേ നോക്കി. ഒരു പ്രത്യേക രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ്, കണ്ടില്ലേ? അത് അതിന്റെ വർക്ക് വളരെ നന്നായിരിക്കും. ഇത് എവിടെ ചെയ്തത്? ഒരു പീസ് അവിടെ അക്ഷയ എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു അവരുടെ. അല്ല, എവിടുന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞത്? അവിടുന്ന് പാലക്കാട്. അല്ല, ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക വർക്ക്. ജാഗ്വാറിന്റെ. ശരി. ഇത് ഗോൾഡും വൈറ്റ് ഗോൾഡും രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. അത് ശരി. അപ്പൊ നിങ്ങളുടെ ശരീരം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്വർണം കിട്ടും. അപ്പൊ ഈ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്? അത് ഇതുവരെ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് ഈ കോവിഡിന് ശേഷം ഓൺലൈനിലേക്ക് മാറി ക്ലാസ്സുകൾ. അപ്പൊ അതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് ആദ്യം എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു 500-ടുത്ത് കുട്ടികളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എനിക്കത്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, യോഗയുണ്ട്, ഡ്രോയിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കോവിഡ് സമയത്താണത് സ്റ്റോപ്പ് ചെയ്തത്. നേരത്തെ കുറച്ച് ചാരിറ്റി എനിക്കുണ്ട്. ഒരു സ്കൂളുണ്ടായിരുന്നു, 2 സ്കൂള്. അതിലൊരു സ്കൂള് പേയാടാണ്, സരിഗമ സ്കൂൾ ഓഫ് മ്യൂസിക്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കോവിഡ് ആയപ്പോഴത്തേക്ക് എന്തായാലും ഇപ്പൊ തുറന്നല്ലോ. ഇനിയിപ്പം എന്നാലും നമ്മൾ കുട്ടികളായതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇത്തിരി ഒരു കാരണം ഒന്ന് ഫ്ലോ ആയാൽ എന്താണെന്ന് അറിയാം. കാരണം ചെറിയ കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വയ്യാകെ വന്നാൽ നമുക്കതൊരു മനസ്സിലാക്കാം. അതുകൊണ്ട് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, കുട്ടികളുടെ കാര്യം. ഞങ്ങൾക്ക് 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളാണ്. മൂത്താള് നന്ദന, അവള് ഇപ്പോ MSc ബയോടെക്. MSc ബയോടെക് നിങ്ങളെ കണ്ടാ പറയത്തില്ല. രണ്ടാമത്തെ ആള് നീലാഞ്ജന, അവള് 5th സ്റ്റാൻഡേർഡില്. 5th സ്റ്റാൻഡേർഡ്. അപ്പൊ നല്ല വ്യത്യാസമുണ്ടല്ലേ? എത്ര വർഷത്തെ? 11 വയസ്സ് വ്യത്യാസം. 11 വർഷം. പഠിക്കുമോ കുട്ടികള്? കുഴപ്പമില്ല. അഭിനയം ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഡാൻസിൽ മോള് സ്റ്റേറ്റ് വിന്നറൊക്കെയാണ്. മൂത്താള് ഡാൻസിലും മോണാക്ടിലൊക്കെ സ്റ്റേറ്റ് വിന്നറാണ്. ചെറിയ ആളിപ്പോൾ കളിച്ചു വരുന്നു. ഓക്കെ. ബി 70 പവനും 2 ലക്ഷവും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു മറ്റേതോ ഇത് ഷായണ്ണന് പറ്റിയ ഭാര്യ തന്നെ. അതാണല്ലോ അതിന്റെ. ഞാൻ അവസാനം പറഞ്ഞത്. അതെ, ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇത് ഓക്കെ. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ രാത്രി കൃത്യം 8 മണിക്ക്. ടിൽ ദെൻ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഈ ഷായട്ടനിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം മാവ് ഉണ്ടാക്കുന്നതിൽ സവാളയും എല്ലാം ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്താണല്ലോ റവയിടുക. അതിൽ വെള്ളം തിളക്കണം എന്നുള്ള കാര്യം മറന്ന് പച്ചവെള്ളത്തിൽ റവയിട്ടപ്പോ അപ്പൊ അങ്ങനെ ഉപ്പുമാവെന്നാണ് ഇരട്ട പേരല്ലേ?